ഇന്ന് തക്കാളിയും വെണ്ടയ്ക്കയും വെച്ചിട്ട് ചെറിയൊരു കറിയാട്ടോ. അതിന് ചുവന്നുള്ളിയും കുറച്ച് പുളിവെള്ളമൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കടുക്, ഉലുവ ഇടണം. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചുവന്നുള്ളി നന്നായിട്ട് എണ്ണ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലകളാട്ടോ ആഡ് ചെയ്യേണ്ടത്. ഒരുപാടൊന്നുമില്ല. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് എന്തോരം വേണോ അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ സാമ്പാർ പൊടി കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കും. ഇതെല്ലാം ഒന്ന് തിളച്ച് മിക്സാക്കി വരുമ്പോൾ നമുക്ക് നല്ല ഇഡലിയുടെ കൂടെ അടിപൊളിയായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.